ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വു ആണെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. തൻ്റെ ബ്രദറിനോട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഇവൾ നല്ല ടയേർഡാണല്ലോ, അതുകൊണ്ട് തന്നെ വേഗം തന്നെ കിടക്കാൻ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ കിടന്ന് ഒരു സ്വപ്നം കാണുന്നുണ്ട്, ഒരു പ്രണയ സ്വപ്നം എന്നൊക്കെ പറയാം കേട്ടോ. നമ്മുടെ ഗു ആണെങ്കിൽ വുവിൻ്റെ അടുത്ത് വന്നിട്ട് അവർ തമ്മിലുള്ള ഒരു ഇൻറ്റിമസിയാണ് ഇവിടെ അവൾ സ്വപ്നമായിട്ട് കാണുന്നുണ്ടായിരുന്നത്. സംഭവം സ്വപ്നമാണ്, പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് റിയലായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് അവളുടെ സ്വപ്നമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു സംഭവങ്ങൾ കണ്ടിട്ടാണ് നെറ്റ് ചെയ്യണത് ഒരു ഇല്യൂഷൻ പോലെ. സോ അങ്ങനെ അവൾ അവിടെ നിന്ന് എണീക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവൾ ആലോചിക്കുന്നുണ്ടായിരുന്നു, ഒരു സത്യം പോലെ, ഒരു യഥാർത്ഥ ഒരു നടന്ന സംഭവം പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവളാണെങ്കിൽ തൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിലാണ് ബ്രദർ പറഞ്ഞിട്ടുണ്ടാകും, നിനക്കൊരു കല്യാണാലോചനയും കാര്യങ്ങളൊക്കെ എന്നെ നോക്കുന്നുണ്ട്. സോ ഞാൻ ഒരാളെ കാണിച്ചു തരാം, ലിൻ എന്നാണ് പേര്, ലിൻ എന്ന് പേരുള്ള ഒരാളെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയം ഇവളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു, റെൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയായിരുന്നു ഇത്രയും കാലം തൻ്റെ ബ്രദർ താൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതെന്നുള്ള കാര്യം. സോ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് അത് എന്നുള്ള രീതിയിലൊക്കെ. തൻ്റെ ബ്രദർ ആണെങ്കിൽ നേരത്തെ തന്നെ അവൾ ഉറങ്ങാൻ പോയല്ലോ, നല്ല ദീർഘമായിട്ടുള്ളൊരു ഉറക്കത്തിലായിരുന്നല്ലോ. ആ ഒരു സമയത്താണെങ്കിൽ പാലിലാണെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നോ കാര്യങ്ങളൊക്കെ ബ്രദർ കലക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ ബ്രദർ അവളോട് പറയുന്നുണ്ടായിരുന്നു, നീ ഒരു 25 വയസ്സ് നിനക്കാവുന്നതിന് മുന്നേ വേറൊരു റെൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളുമായിട്ട് ഇന്റിമസിയായിട്ട് ഒരു പാക്ക് ക്രിയേറ്റ് ചെയ്ത് ആ വൈറസിനെ നശിപ്പിക്കുന്നത് പോലെ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ശരീരത്തിലുള്ള വൈറസോ കാര്യങ്ങളോ നിൻ്റെ ഓരോ അവയവങ്ങളെ പ്രവർത്തനരഹിതമാക്കുന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. സോ ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇത് എന്നോട് പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ അവൾ ചോദിക്കുമ്പോൾ, നിനക്ക് വിഷമായാലോ അതുകൊണ്ടാണ് പറയാത്തത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ അവൻ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു പാക്റ്റ് നിർമ്മിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇവൾക്ക് നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും. സോ ഇവൾ മരണം വരെ സംഭവിക്കുന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ബ്രദർ നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്തിട്ട് തന്നെ ആ സ്റ്റേഡിയത്തിലേക്ക് വിടുന്നുണ്ടായിരുന്നു. ഏറ്റവും മികച്ച ഒരാളെ കൊണ്ട് തന്നെ അവളെ വിവാഹം കഴിപ്പിക്കണം എന്നാണ് ബ്രദറിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കുറച്ച് വാൾപ്പയറ്റും കാര്യങ്ങളും അഫിനിറ്റി ബി ബാധിച്ച കുറച്ചധികം പേര് തന്നെ ഉണ്ടായിരുന്നു. സോ ഇവരെ എന്തായാലും കല്യാണം കഴിക്കണം, ട്രെയിൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കണമല്ലോ. സോ അതുകൊണ്ട് തന്നെ അവർ പരസ്പരം തമ്മിൽ ഒരു അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെയാണ് ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രദർ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ തമ്മിൽ യുദ്ധമല്ല, ഒരു വാൾപ്പയറ്റ് പോലെ ആരാണ് മുന്നേ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഈ ഒരു കഥാപാത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ വേറെ ആരുമല്ല, നമ്മുടെ ഗൂനെ കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് ഗൂനെ കുറച്ചും കൂടെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗേൾ ഉണ്ടായിരുന്നു. സോ അവളോട് ഇങ്ങനെ ആ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇവളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയാണെങ്കിൽ ലിന്നാണെങ്കിൽ മത്സരിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ലിന്ന് ഏറ്റവും മികച്ച ഒരാളാണ്, ഈ റെൻ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാരായിട്ട് പൊരുതി വന്ന ഒരാളാണെന്നെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ വൂവിൻ്റെ ജീവിതം വളരെ ആപത്തിലായിരിക്കുകയാണ്. കാരണം അവനുമായിട്ട് ആരെങ്കിലും ഒരാളായിട്ടൊരു പാക്ക് ഈ ഒരു റെൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളെങ്കിലുമായിട്ടൊരു പാക്റ്റ് നിർമ്മിച്ചാൽ മാത്രമേ തൻ്റെ ഇവളുടെ ശരീരത്തിൽ അഫിനിറ്റി എ എന്നൊരു വൈറസ് ഉണ്ടല്ലോ. സോ അതുകൊണ്ടാണല്ലോ ഈ അഫിനിറ്റി ബി ബാധിച്ച ഒരാൾക്ക് ബാധിച്ചിട്ടുള്ള ഒരാളെ ബ്ലഡും കാര്യങ്ങളും സ്മെല്ലൊക്കെ എടുത്തിട്ട് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവൾ അവരുമായിട്ട് ചേർന്നിട്ട് ഒരു പാക്റ്റ് നിർമ്മിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവൾ മരിക്കുന്നുള്ള കാര്യം ഷുവറാണ്. സോ അതിനെക്കുറിച്ചിട്ടൊക്കെ ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ബ്രദറിനെയും അതുപോലെ തന്നെ വേറൊരു ഗേളിനെയും ചെറിയ ഈ സീനാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. ഒരു സമയത്താണെങ്കിൽ ബ്രദർ ആണെങ്കിൽ ലിന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം ലിന്നെയാണല്ലോ അവൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്രദർ കണ്ടുപിടിച്ച ഏറ്റവും നല്ലൊരാൾ, ഒരുപാട് ആൾക്കാരായിട്ട് പൊരുതി വരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ. അങ്ങനെ ലിന്നാണെങ്കിൽ ഓരോരുത്തരെ കീഴടക്കിയിട്ടുണ്ട്. ഒരു വാൾപ്പയറ്റും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഗൂവിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലിന്നാണെങ്കിൽ അവളെ നോക്കി ഒന്ന് ചിരിച്ച് കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത എതിരാളിക്ക് വേണ്ടിയിട്ട് അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത എതിരാളിയായിട്ട് മുഖമൊക്കെ മറിച്ച് വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ കഥാനായകനായിട്ടുള്ള ഗു ആണ്. സോ ഗു അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് അത് ഗു ആണെന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ വാൾപ്പായിട്ട് ഇവൾ അവിടെ നിന്ന് വേഗം എണീറ്റ് പോകാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത്, ഇങ്ങനെ ഒരാൾ ഇവിടെ മത്സരിക്കാൻ വന്നിട്ടുള്ള ഒരാൾ ഇവിടെ ഇരിക്കുന്ന കാണികളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കൊല്ലും എന്നുള്ള നേരെ വെടിവെക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പോവാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ ഇവർ രണ്ടുപേരും ഗുവും അതുപോലെ തന്നെ ലിന്നും തമ്മിൽ വാൾപ്പായിട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ നമ്മുടെ ലിന്ന് നല്ല രീതിയിൽ മുന്നേറുന്നുണ്ടെങ്കിൽ കൂടെ ലിന്ന് ഭയങ്കര അധികം ശക്തിശാലിയാണല്ലോ. സോ പക്ഷേ അവസാന സമയത്തായപ്പോഴേക്കും നമ്മുടെ ഗു ആണെങ്കിൽ ലിന്നിനെ തോൽപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടിട്ടാണെങ്കിൽ മറ്റേ കൂട്ടുകാർ നല്ല രീതിയിൽ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ ആ ഒരു കൂട്ടുകാരിയുടെ പേര്, ആ കൂട്ടുകാരി യെന്നാണ്. സോ യെന്നിൻ്റെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ടായിരുന്നു, ഇങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ആ സമയത്താണെങ്കിൽ അപ്പം തന്നെ അവനെ വെടിവെച്ച് അവിടെ നിന്ന് കൊല്ലുന്നുണ്ടായിരുന്നു.
പിന്നെ പ്രണയം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിക്കാൻ വേണ്ടി. അവൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കൊന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയമാണെങ്കിൽ ഗു ആണെങ്കിൽ അവളുടെ നമ്മുടെ കഥാനായികയായിട്ടുള്ള വൂൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവൾ മനസ്സിലാക്കിയല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇങ്ങനെ പ്രണയം അഭ്യർത്ഥിക്കുന്ന സമയത്താണെങ്കിൽ ഇവൾക്ക് ആ ഒരു അഭ്യർത്ഥന അവൾ ഇന്ന് വിചാരിക്കുന്നത് ഇന്നിൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. പക്ഷേ ഇന്നിൻ്റെ അടുത്തേക്കല്ല, നമ്മുടെ വൂൻ്റെ അടുത്തേക്കാണ് ഗു വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പ്രണയം അഭ്യർത്ഥിച്ചു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഇവൾക്ക് യെസ് പറഞ്ഞേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവനെ വെടിവെച്ച് കൊല്ലുന്നുള്ള കാര്യം. ഇവൾക്കാണെങ്കിൽ അവൻ മരിക്കാൻ വേണ്ടിയിട്ട് യാതൊരു താല്പര്യമോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ യെസ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ യെസ് പറഞ്ഞപ്പോൾ യെസ് പറയുന്നുണ്ടായിരുന്നു, ചെറിയൊരു കണ്ടീഷനും വെക്കുന്നുണ്ടായിരുന്നു. ഇവൻ വെച്ച കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം ഭയങ്കര ആസക്തിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു വൈറസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഓരോന്ന് ചെയ്യാനൊക്കെ തോന്നും. സോ ആ ഒരു സമയത്താണെങ്കിൽ നീ എൻ്റെ കൂടെ എപ്പോഴും വേണമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ അതിനൊക്കെ ഓക്കെയാണ്, പക്ഷേ എനിക്കൊരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറം എൻ്റെ ഒരു അനുവാദമില്ലാതെ എന്നൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള കണ്ടീഷനും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ ഇങ്ങനെ ഇവർ അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും തമ്മിലൊരു ഇഷ്ടമോ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഇവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരു പാക്റ്റ് നിർമ്മിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇവൾക്ക് തുടർന്ന് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം ഇവൾക്ക് നല്ല രീതിയിൽ തന്നെ ബോധ്യമായതുകൊണ്ട് തന്നെ ഒരാളെ എന്തായാലും സെലക്ട് ചെയ്യണം. മറ്റുള്ളവരെ സെലക്ട് ചെയ്യുന്നതിനെക്കാട്ടി എത്രയും നല്ലതാണ് തന്നെയായിട്ട് ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഇവനുമായിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇവൾ ഈ ഒരു കാര്യത്തിന് റെഡി ആയിരിക്കുന്നത്. ഇങ്ങനെ ഈ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ബ്രദറിനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവനിവിടെ വന്നിട്ട് ഇവളോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ മുഖത്തൊരു മാസ്കോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, കാരണം വീണ്ടും ഈ ഒരു സമയത്ത് ഇവളുടെ ബ്ലഡിൻ്റെ സ്മെല്ലായിട്ട് കിട്ടിയിട്ട് ഇപ്പം വീണ്ടും ഇവളോട് നല്ല രീതിയിൽ ഇങ്ങനെ അടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇവ അവസാനം മാസ്കൊക്കെ ഊരി സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ നമ്മുടെ ലിന്നിനെ കാണിക്കുന്നുണ്ടായിരുന്നു. ലിന്നും അവളുടെ അവിടെ ഉള്ളൊരു സ്റ്റാഫും കൂടെ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ വൂനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ വൂനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൂനല്ല സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ വൂ നമ്മുടെ ലിന്നല്ല ഗൂനെയാണ് സെലക്ട് ചെയ്തിട്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രദറിനോടും പറയുന്നുണ്ടായിരുന്നു. ബ്രദറിന് ഈ കാര്യം ആദ്യം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിലും തൻ്റെ സിസ്റ്ററിൻ്റെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നുള്ള രീതിയിലൊക്കെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ലിന്നാണെങ്കിൽ നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലിന്നാണെങ്കിൽ ഇവളെ നല്ല രീതിയിൽ ഇഷ്ടമാണ്, ഇവളൊന്ന് ഇമ്പ്രസ് ചെയ്ത് ഇവളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ വൂൻ്റെയും ഗൂൻ്റെയും കല്യാണം നടക്കാൻ പോവുകയാണ്. സോ അതിന് ഡ്രസ്സ് ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇവൾ നല്ല രീതിയിലാണ് ഡ്രസ്സ് ചേഞ്ചിങ്ങിൻ്റെ ഒപ്പം തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള പണികളും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇവിടെ ടൈറ്റ് ആവുന്ന ലൂസ് ആവുന്ന ആ രീതിയിലുള്ളതൊക്കെ. അങ്ങനെ അതിൻ്റെ ഇടയിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാഫിൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. കാരണം കല്യാണം കഴിക്കാനുള്ള ആ സമയമാകുമ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവൾ ആരും ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണെങ്കിൽ പുറത്തേക്ക് ഓടി പോകുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഓടി പോകുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ നമ്മുടെ ഗു പ്രത്യക്ഷപ്പെടുന്നുണ്ടായത്. ഇവൾ ഞെട്ടിട്ടോ ആകെ അവനെ കണ്ടിട്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ ബൈ.